അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1376, സൂറത്ത് യൂസുഫ് 19-20 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وجاءت سيارة, ഒരു യാത്രാ സംഘം വന്നു. ഫാർസലു വാരിദഹും, അങ്ങനെ അവർ അവരുടെ വെള്ളം കൊണ്ടുവരുന്ന ജോലിക്കാരനെ അയച്ചു വെള്ളത്തിന്റെ അടുത്തേക്ക്. ഫാദിലാ ദൽവഹു, അദ്ദേഹം തന്റെ തൊട്ടി അല്ലെങ്കിൽ ബക്കറ്റ് കിണറിലേക്ക് ഇറക്കി. കാല, അയാൾ പറഞ്ഞു, യാ ബുഷ്റ, എന്റെ സന്തോഷമേ, നിനക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. ഹാദാ ഗുലാം, ഇതാ ഒരു നല്ല കുട്ടിയെന്ന്. വാസറൂഹു ബിളാഅ, അവർ ആ കുട്ടിയെ ഒരു കച്ചവടച്ചരക്കായി ഒളിപ്പിച്ചു വെച്ചു. വല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അറിയുന്നവനാണ്. വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ, വളരെ ചുരുങ്ങിയ വിലക്ക് അഥവാ എണ്ണപ്പെട്ട ദിർഹമുകൾക്ക് അവരാ കുട്ടിയെ വിൽപ്പന നടത്തി. വകാനൂ ഫീഹി മിനസ് സാഹിദീൻ, അവർ ആ കുട്ടിയെ സംബന്ധിച്ച് താൽപര്യമില്ലാത്തവരായിരുന്നു. അഥവാ അതിന്റെ വില കൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചില്ല എന്നർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് തന്ത്രപരമായി ഏറ്റെടുത്ത് കൂട്ടിക്കൊണ്ടുപോയ തന്റെ സഹോദരങ്ങൾ, അവര് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മറയുന്നതോടുകൂടെ തനി സ്വഭാവം പുറത്തെടുക്കുകയും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പരമാവധി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും, അങ്ങനെ ഒരു കിണറിലേക്ക് അവർ കാട്ടിൽ കൊണ്ടുപോയി തള്ളിയിട്ടുവെന്നും, ആ കിണറിലേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഇടുമ്പോൾ സ്വാഭാവികമായും മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറിലേക്ക് ഒരു കയറിൽ കെട്ടി താഴ്ത്തുമ്പോൾ പകുതി ഭാഗത്തെത്തുമ്പോഴേക്കെന്നെ കയറ് മുറിച്ച് കിണറിലേക്ക് വീണ് മരിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷെ സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അങ്ങനെ അങ്ങ് നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇനി വരാനിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അതേപോലെ ഇമാം റാസി റളിയല്ലാഹു അവിടുത്തെ തഫ്സീറിലും വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവർ കിണറ്റിലേക്ക് തള്ളിയിടുകയും അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം, അതായത് ശരീരത്തിലുള്ള വസ്ത്രം, ആ വസ്ത്രം അവർ അഴിച്ചുമാറ്റിയിട്ടാണ്. കാരണം ആ കുപ്പായം ഇവിടെ യാക്കൂബ് നബിന്റെ അടുത്ത് പിന്നെ ഇനി രക്തത്തിൽ പുരട്ടിയിട്ട് കൊടുത്ത് കാണിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പൊ ആ കുപ്പായം അവർ അഴിച്ചുമാറ്റിയപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് കെഞ്ചുകയുണ്ടായി, എന്റെ ഡ്രസ്സ് നിങ്ങൾ എനിക്ക് തന്നെ തരണം, കാരണം ഞാനിവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എന്നെ കഫൻ ചെയ്യാൻ അത് ഉപയോഗിക്കാമല്ലോ. ഇനി അല്ലെങ്കിലും എന്റെ നഗ്നത മറക്കാൻ, ഇങ്ങനെയുള്ള മാന്യന്മാര് നഗ്നരായിട്ട് ജീവിക്കുന്ന ഒരു ശൈലി ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്റെ നഗ്നത മറക്കാൻ എനിക്കത് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ആ സഹോദരങ്ങൾ കണ്ണിൽ ചോരയില്ലാതെ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട്, നീ കണ്ട 11 നക്ഷത്രങ്ങളില്ലേ, അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ അല്ലേ നിനക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ട, അവരോടൊക്കെ അങ്ങ് ചോദിച്ചു വാങ്ങിയേക്ക് എന്ന് പരിഹാസപൂർവ്വം പറയുകയാണ് അവർ ചെയ്തത്. ഏതായാലും
അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർ കിണറ്റിലേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിലേക്ക് ഇടപെട്ട സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും യൂസുഫ് നബി അലൈഹിസ്സലാമിന് പ്രത്യേകം ഡ്രസ്സ് ധരിപ്പിക്കുകയും ചെയ്തു എന്ന്. അതായത് ഫലമ്മ വഖഅ ഉരിയാനൻ, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, നഗ്നനായി കിണറ്റിലേക്ക് വീണപ്പോൾ നസല ജിബ്രീലു ഇലൈഹി, ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വന്നു. വക്കാന ഇബ്രാഹിമു അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഉരിയാനൻ, അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് ഇടപെട്ടപ്പോൾ താനും നഗ്നനായിപ്പോയിരുന്നു. പക്ഷെ ആ നഗ്നനായിപ്പോയ സമയത്ത് അത്താഹു ജിബ്രീലു ബി ഖമീസിൻ മിൻ ഹരീരിൽ ജന്ന, സ്വർഗത്തിലെ പ്രത്യേക പട്ടിൽ നിന്നുള്ളൊരു വസ്ത്രം കൊണ്ട് ഒരു കുപ്പായം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊണ്ടുവരികയും അത് അണിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഫൽബസഹു ഇയ്യാഹു, ആ കുപ്പായം ധരിപ്പിച്ചിരുന്നു. അങ്ങനെ ഫക്കാന ദാലിക ഇൻദ ഇബ്രാഹിം, ആ കുപ്പായം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേക കുപ്പായം, സ്വർഗത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും വലിയ പവറാണ്. അതുകൊണ്ട് തന്നെ ആ കുപ്പായം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തുണ്ടായിരുന്നു. സുമ്മ വരിസഹു ഇസ്ഹാഖു, പിന്നീട് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം അത് അനന്തരമായി എടുത്തു. സുമ്മ വരിസഹു യാക്കൂബു, പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലേക്ക് വന്നു ആ കുപ്പായം. അങ്ങനെ ഫലമ്മ ശബ്ബ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ യുവത്വത്തിലേക്ക് കടക്കുന്ന ഘട്ടമെത്തിയപ്പോൾ, അതായത് 17 വയസ്സിലൊക്കെയാണല്ലോ അപ്പൊ എന്ത് ചെയ്യണത്, ഈ കിണറ്റിലേക്ക് ഇടുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് നല്ലൊരു ആരോഗ്യസ്ഥിതിയൊക്കെ വന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം ആക്കി ദാലിക്കൽ ഖമീസ, ആ കുപ്പായത്തെ ഫീ തഅവീദത്തിൻ, ഒരു പ്രത്യേക കൂട്ടിലാക്കിയിട്ട് വജഅലഹു ഫീ ഉനുഖിഹി, അതായത് നമ്മൾ ഏലസ് കെട്ടുക എന്ന് പറയില്ലേ, ഏലസ് കെട്ടണ പരിപാടി. ഏലസ് കെട്ടി അപ്പ ശുർക്ക് വന്നു എന്ന് പറയുന്ന സാധുക്കളുണ്ട് നമ്മളെ നാട്ടില്. അങ്ങനൊന്നുമില്ല. ആ ഏലസിന്റെ ഉള്ളിൽ കെട്ടാൻ വേണ്ടി അതിൽ ഉപയോഗിച്ച മന്ത്രങ്ങൾ എന്താണ് എന്ന് നോക്കിയിട്ടാണ് അത് ശിർക്കോ തൗഹീദോ ഒക്കെ തീരുമാനിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഏത് നബിന്റെ കാലത്തും ശിർക്കായ ഒരു സംഗതി, ഏതെങ്കിലും ഒരു നബിന്റെ കാലത്ത് ശിർക്കായ ഒരു സംഗതി മറ്റൊരു നബിന്റെ കാലത്ത് തൗഹീദാവൂല. ആ നബിന്റെ കാലത്ത് തൗഹീദായത് വേറൊരു നബിന്റെ കാലത്ത് ശിർക്കും ആവൂല. കാരണം അത് അടിസ്ഥാന വിഷയമാണ്. അടിസ്ഥാന വിഷയത്തിൽ എല്ലാ അമ്പിയാക്കളും ഒരേ നിലപാടുകാരാണ്. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ എന്തു ചെയ്യുന്നു, ഒരു ബർക്കത്തിന്റെ കുപ്പായം തനിക്ക് കിട്ടിയപ്പോൾ ആ കുപ്പായം മടക്കി ചുരുട്ടി പരമാവധി അതിന്റെ അത് കുറച്ച് ചുരുട്ടിയിട്ട് ഒരു പ്രത്യേക കൂട്ടിലാക്കി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു പ്രത്യേക രക്ഷാകവചമായി അണിയിച്ചു കൊടുക്കുന്നു. കാരണം എന്താ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ കുപ്പായം തനിക്ക് കാവലാവണം, അഥവാ ഇതൊരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സഹായം ചെയ്യണം എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുപ്പായം, ഈ ബർക്കത്തിന്റെ കുപ്പായം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കുപ്പായം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് പാരമ്പര്യമായി പകർന്നു കിട്ടിയ ആ ബർക്കത്തിന്റെ കുപ്പായം, ആ കുപ്പായം പ്രത്യേകം ഐക്കല്ലാക്കി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ചില സഹോദരങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ഹദീസിൽ അങ്ങനെ ഉണ്ട്. ഒരാൾ ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. പക്ഷെ ഏലസ് കെട്ടുമ്പോഴേക്ക് വരുന്നതല്ല ശിർക്ക്, അല്ലെങ്കിൽ മന്ത്രിക്കുമ്പോഴേക്ക് വരുന്നതല്ല ശിർക്ക്. അതിലുപയോഗിച്ച മന്ത്രം, അതേപോലെ തന്നെ ഏലസിൽ ഉപയോഗിച്ച മന്ത്രം, അതൊക്കെ എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് നോക്കിയിട്ടാണ് എന്ത് തീരുമാനിക്കേണ്ടത്, അതിലെ ശിർക്കും തൗഹീദും തീരുമാനിക്കേണ്ടത്. അപ്പൊ ഈ കുപ്പായം ബർക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം തന്നെ തന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു, ഏലസാക്കി തന്നെ കെട്ടിക്കൊടുത്തിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം:
റുവിയ അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ലമ്മാ ഉൽഖിയ ഫിന്നാരി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിടപ്പെട്ടപ്പോൾ ജുജിദാൻ സിയാബിഹി, തന്റെ വസ്ത്രത്തിന് തൊട്ട് തന്നെ ഒഴിവാക്കപ്പെട്ടു. ചാൽ വസ്ത്രം കരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായി എന്നർത്ഥം. അപ്പൊ ജാഹു ജിബ്രീലു അലൈഹിസ്സലാം ബി ഖമീസിൻ മിൻ ഹരീരിൽ ജന്ന, സ്വർഗത്തിലെ പട്ടിൽ നിന്നൊരു കുപ്പായം ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നു. അൽബസഹു ഇയ്യാഹു, എന്നിട്ട് ആ കുപ്പായം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ധരിപ്പിച്ചു. ഫദഫഅഹു ഇബ്രാഹിമു, ആ കുപ്പായം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്തു. ഇലാ ഇസ്ഹാഖ് നബിക്ക് കൊടുത്തു. ഇസ്ഹാഖ് നബി ആ കുപ്പായം കൊടുത്തു. ഇലാ യാക്കൂബ് നബിക്ക് കൊടുത്തു. ഫജഅലഹു യാക്കൂബു ഫീ തമീമത്തിൻ, കണ്ടോ അതേ പദം തന്നെ. ഫജഅലഹു യാക്കൂബ് നബി അലൈഹിസ്സലാം ആ കുപ്പായത്തെ ആക്കി ഫീ തമീമത്തിൻ, ഒരു ഏലസ് കൂട്ടിലാക്കി. എന്നിട്ട് വഅല്ലഖഹ ഫീ ഉനുഖി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പെരടിയിൽ അതിനെ കെട്ടിക്കൊടുത്തിരുന്നു. അങ്ങനെ ആ പെരടിയിലുള്ള ആ പിന്നെ ഏലസിന്റെ രൂപത്തിൽ കെട്ടിക്കൊടുത്ത ആ കുപ്പായം കിണറ്റിലേക്ക് ഇടപെടുകയും വസ്ത്രമില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഫജാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഫാഖറജഹു, ആ കുപ്പായം കഴുത്തിൽ നിന്ന് പുറത്തെടുത്ത് വാൽബസഹു ഇയ്യാഹു, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ധരിപ്പിക്കുകയുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും എന്നിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിലേക്ക് അങ്ങനെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കിണറ്റിലെത്തി അവിടെ ഒരു പാറമ്മൽ മഹാനവറുകൾ കയറിയിരുന്നു. ആ കിണറ്റിന്റെ ഭാഗത്തുള്ള ഒരു പാറയിൽ കയറിയിരുന്നു. എന്നിട്ട് തന്റെ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത് കാണാം, തന്റെ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഇഖ്വത, എന്റെ ഇക്കാക്കമാരെ, ഇന്നലി കുല്ലി മയ്യത്തിന് വസിയ്യ, ഏതൊരു മരണമാസന്നമായ ആൾക്കും ഒരു വസിയ്യത്തുണ്ടാകും. അതുകൊണ്ട് ഫസ്മഉ വസിയ്യത്തി, മരണത്തിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു യൂസുഫ് നബി അലൈഹിസ്സലാം. അപ്പൊ കാലു, അവർ കിണറിന്റെ കരയിൽ നിന്ന് ചോദിച്ചു, ഒമാഹിയ, എന്താ പറയാനുള്ളത്? കാല, അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇദജ്തമഅതും കുല്ലുക്കും, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ, ഫആനസ ബഅലുക്കും ബഅളാ, എന്നിട്ട് നിങ്ങൾ പരസ്പരം സന്തോഷത്തോടുകൂടെ പരസ്പരം കണ്ടുമുട്ടിയതിന്റെ ആഘോഷം, അതിന്റെ സന്തോഷവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഫദ്കുറു വഹ്ശത്തി, എന്റെ ഒറ്റപ്പെടല്, എന്റെ ഈ ഏകാന്തത, അത് നിങ്ങളൊന്ന് ഓർക്കണം. വൈദാ അക്കൽതും ഫദ്കുറു ജൂഇ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ യൂസുഫ് അവിടെ കിണറ്റിന്റെ ഉള്ളിൽ വിശന്ന് കഴിയല്ലേ എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. വൈദാ ശരീബത്തും ഫദ്കുറു അത്ശി, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ എന്റെ ദാഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. വൈദാ റായിത്തും ഗരീബൻ ഫദ്കുറു ഉർബത്തി, വിദേശിയായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ ഏതോ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ എന്റെ ഒറ്റപ്പെടലിന് നിങ്ങൾ ഓർക്കണം. വൈദാ റായിത്തും ഷാബൻ ഫദ്കുറു ഷബാബി, യുവാവിനെ കാണുമ്പോൾ നിങ്ങൾ എന്റെ യുവത്വത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നിങ്ങനെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഫഖാല ലഹു ജിബ്രീലു, അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം യൂസുഫ് നബിയോട് പറഞ്ഞു, യാ യൂസുഫ് കുഫ്ഫ അൻ ഹാദാ വസ്തഗിൽ ബിദ്ദുആ, യൂസുഫ് നബിയെ, നിങ്ങൾ അതൊക്കെ വിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, യുവമാരോട് സംസാരിക്കാൻ നിൽക്കണ്ട. കാരണം ഫഇന്ന ദുആ ഇൻദല്ലാഹി ബിമക്കാൻ, അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥന എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് സുമ്മ അല്ലമഹു, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ യാ മുഅ്നിസ കുല്ലി ഗരീബ് വയാ സാഹിബ കുല്ലി വഹീദ് വയാ മൽജഅ കുല്ലി ഖായിഫ് വയാ കാശിഫ കുല്ലി ഖുർബ വയാ ആലിമ കുല്ലി നജ്വ വയാ മുൻതഹ കുല്ലി ശക്വ വയാ ഹാദർ കുല്ലി മല യാ ഹയ്യു യാ ഖയ്യൂം അസ്അലുക അൻ തഖ്ദിഫ റജാഅക ഫീ ഖൽബി ഹത്താ ലാ യകൂന ലീ ഹമ്മുൻ വലാ ശുഗ്ലുൻ ഗൈറുക وأن تجعل لي من أمري فرجا ومخرجا إنك على كل شيء قدير. അല്ലാഹുവേ, ഒറ്റപ്പെട്ടു പോയവന് ആശ്വാസം നൽകുന്നവൻ, അതേപോലെ തന്നെ ആരും കൂട്ടിനില്ലാത്തവന് ചങ്ങാത്തം നൽകുന്നവൻ, എല്ലാ ഭയപ്പെട്ടവനും അഭയമാകുന്നവൻ, എല്ലാ പ്രയാസപ്പെടുന്നവന്റെയും പ്രയാസം നീക്കിക്കൊടുക്കുന്നവൻ, സംസാരിക്കുന്നവരുടെ സംസാരം മുഴുവനും അറിയുന്നവൻ, എല്ലാ കംപ്ലൈന്റുകൾക്കും അവസാനവാക്കായി പരിഹാരം നിർദ്ദേശിക്കുന്നവൻ, അതുപോലെ എല്ലാ സമൂഹത്തിലും എല്ലായിടത്തും ഹാജറുള്ളവൻ, അഥവാ സാന്നിധ്യം അറിവുകൊണ്ട് എല്ലായിടത്തും ആ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവൻ, എന്നും ജീവിച്ചിരിക്കുന്നവനും എന്നെല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹു, ആ അള്ളാഹുവെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, എന്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ നീ ഇട്ടുതരണം. ആ പ്രതീക്ഷ എനിക്ക് മനസ്സിൽ വന്നാൽ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ
നിന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകും. അതേപോലെ ഞാനിപ്പോൾ അകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു രക്ഷ നീ നിശ്ചയിച്ചു തരണം, നിനക്കെല്ലാത്തിനും കഴിവുണ്ടല്ലോ എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. ഇത് പറയുമ്പോൾ ഫഖാലത്തിൽ മലായിക്കത്തു, ആകാശലോകത്തുനിന്ന് മലക്കുകൾ പറയാണ്, ഇലാഹന പടച്ചോനെ, നസ്മഉ സൗത്തൻ വ ദുആ, ഞങ്ങളൊരു ശബ്ദവും ഒരു പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട്. അസ്സൗത്തു സൗത്തു സബിയ്യിൻ വദ്ദുആഉ ദുആഉ നബിയ്യിൻ, പ്രാർത്ഥിക്കുന്ന ആൾക്ക് കൂടുതൽ പ്രായമൊന്നുമില്ലാത്ത ശബ്ദമാണ് കേൾക്കുന്നതെങ്കിലും പക്ഷെ ആ പ്രാർത്ഥനയുടെ കണ്ടന്റുകൾ ഒരു നബിയിൽ നിന്ന് വരേണ്ട വാക്കുകളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ കിണറ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി എന്ത് ചെയ്യുന്നു? ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കിണറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്നു. അതാണ് ഇനി തുടർന്ന് പറയുന്നത്. വജാഅത്ത് സയ്യാറത്തുൻ, ഒരു യാത്രാ സംഘം വന്നു. അങ്ങനെ ഫർസലു വാരിദഹും, അവരുടെ വെള്ളം കൊണ്ടുവരുന്ന ജോലിക്കാരനെ അവർ നിയോഗിച്ചു. വെള്ളം കിണറ്റിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ അവരയച്ചു. ഫാദില ദൽവഹു, അദ്ദേഹം തന്റെ കൊട്ടക്കോരി അല്ലെങ്കിൽ ബക്കറ്റ് അത് കിണറ്റിലേക്ക് താഴ്ത്തി. അങ്ങനെ കിണറ്റിലേക്ക് താഴ്ത്തിയപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ ബക്കറ്റിന്റെ കയറിൽ പിടിച്ചു. അങ്ങനെ വെള്ളം കിട്ടിയെന്നുള്ള നിലക്ക് മേലേട്ടേക്ക് വലിച്ചു കയറ്റി നോക്കുമ്പോ ഈ ആള് കാണുന്നത് എന്താണ്? നല്ല കുട്ടിയെയാണ്, കാല. അപ്പൊ ആ വെള്ളത്തിന് പോയ ആള് പറഞ്ഞു, യാ ബുഷറ ഹാദാ ഗുലാം, എന്തൊരു സന്തോഷം, ഇതാ ഒരു കുട്ടി, നല്ല പവറുള്ള സൗന്ദര്യമുള്ള ഒരു കുട്ടി എന്ന് അദ്ദേഹം സന്തോഷം പറഞ്ഞു. വസറുഹു, അദ്ദേഹത്തിന്റെ പേര്, ആ വെള്ളമെടുക്കാൻ പോയ ആളുടെ പേര് മാലിക് ഇബ്നു സുഹറുൽ ഖുസാഇ എന്നാണെന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകളിൽ പലരും, ഇമാം റാസി തങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം വളരെ സന്തോഷം രേഖപ്പെടുത്തി. കാരണം എന്താ? എല്ലാ അർത്ഥത്തിലുള്ള ലക്ഷണമൊത്ത ഒരു കുട്ടിയാണല്ലോ യൂസുഫ് നബി അലൈഹി ഇസ്ലാം. അങ്ങനെ അസറുഹു ബിളാഅത്തൻ, അവർ അദ്ദേഹത്തെ അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചുവെച്ചു. ഇവിടെ കച്ചവടച്ചരക്കായി ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ആളും അർത്ഥമല്ലാത്തൊരു കുഞ്ഞിനെ കിട്ടിയല്ലേ, ഒരു കുട്ടിയെ കിട്ടുകയാണ്. അപ്പൊ ആ കുട്ടിനെ അടിമയാക്കി അടിമച്ചന്തയിൽ വിൽക്കാമെന്ന കണക്കൂട്ടലനുസരിച്ച് എന്ത് ചെയ്തു? കൂടുതൽ ആളുകൾ ആ വിവരം അറിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. ഇവിടെ രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയുന്നത് അസറൂഹു, അവരാ കുട്ടിയെ ഒരു ചെരക്കാക്കിയിട്ട് ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ രഹസ്യാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഇക്കാക്കമാരെന്നെ അപ്പോഴേക്ക് 2-3 ദിവസമായിട്ടുണ്ട്. ഇക്കാക്കമാരന്റെ യൂസുഫ് എന്തായി എന്ന് അറിയാൻ വേണ്ടി കിണറിന്റെ ഭാഗത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ യാത്രാസംഘം വന്ന് ഒരാൾ വെള്ളം കോരുന്ന സമയത്ത് കുട്ടി കരക്കെത്തിയിരിക്കുന്നത്. അപ്പൊ ആ കുട്ടിനെ കണ്ടോടുകൂടെ അവര് പറഞ്ഞു, എന്ത്? ഈ ഇക്കാക്കമാര് പറഞ്ഞു, അത് ഞങ്ങളെ അടിമയാണ്, ഓടിപ്പോയതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ചെറിയ വിലക്കതിന് വിൽക്കാം, പക്ഷെ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളടുത്തുനിന്ന് ഓടിപ്പോകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചെരക്കാണെന്ന് അവർ സ്വകാര്യമാക്കി വെച്ചു എന്ന് പറഞ്ഞത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ സ്വകാര്യമാക്കി വെച്ചു എന്നാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, ഈ കുട്ടിനെ കിട്ടിയപ്പോ ഈ വെള്ളത്തിന് പോയ ആളും അദ്ദേഹത്തിന്റെ അടുത്ത ആൾക്കാരും കച്ചവട സംഘത്തിലുള്ള മറ്റാളുകളിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതാണ് എന്ന് വരാതിരിക്കാൻ ഈ വെള്ളത്തിന്റെ അടുത്തുള്ള ആളുകൾ നമ്മളത് വിൽക്കാൻ ഏൽപ്പിച്ച ഒരു ചരക്കാണ് എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്തു? അവർ പ്രചരണം നടത്തി. കാരണം അല്ലെങ്കിൽ വിറ്റ് കിട്ടുന്ന വിലയിൽ നിന്ന് ആർക്കും കൊടുക്കേണ്ടി വരും, കൂടെയുള്ള ബാക്കിയുള്ളവരും ഷെയർ ചോദിച്ചാലോ എന്ന നിലക്ക് ഇങ്ങനെ രണ്ടഭിപ്രായപ്പെടുന്നുണ്ട്. വസറൂഹു, അവരാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സ്വകാര്യമാക്കി വെച്ചു. ബിളാഅത്തൻ, ഒരു കച്ചവടച്ചരക്കായിട്ട് എന്ന് പറഞ്ഞതിന് ആരാണ് സ്വകാര്യമാക്കി വെച്ചത് എന്നതിൽ 2 പക്ഷമുണ്ട്. ഏതായാലും അല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അതായത് എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത് എന്നും എന്തൊക്കെ തരികളാണ് അവർ ചെയ്യുന്നത് എന്നും അവർക്കൊക്കെ കൊടുക്കേണ്ട പണി എന്താണെന്നും ഒക്കെ അല്ലാഹു നന്നായിട്ട് അറിയാം. അങ്ങനെ വശറൗഹു ബിസമനിൻ ബഖ്സിൻ, ചെറിയ വിലക്ക് ആ കുഞ്ഞിനെ അവർ വിൽപ്പന നടത്തി. ദറാഹിമ മഅദൂദ, അതായത് എണ്ണപ്പെട്ട ദിർഹമുകൾക്ക് 20 അല്ലെങ്കിൽ 22 ദിർഹമിന് എന്നാണ് മുഫസ്സിറുകൾ അവിടെ എണ്ണം പറയുന്നത്, അതിന്റെ ആ സംഖ്യ പറയുന്നത്. 20 or 22 ദിർഹമിന് കുട്ടി അവർ വിൽപ്പന നടത്തി. വാസ്തവത്തിൽ വക്കാനു ഫീഹി മിന സാഹിദീന, കുട്ടിയുടെ വിഷയത്തിൽ അവർ താല്പര്യമില്ലാത്തവരായിരുന്നു. അതായത് ഈ കുട്ടിക്കൊരു വലിയ വില കിട്ടണമെന്നോ ഇതൊരു അടിമയായിട്ട് വിൽപ്പന നടത്തിയിട്ട് അത് വലിയൊരു പണം ഉണ്ടാക്കണമെന്നോ അവർ ആഗ്രഹിച്ചില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ചെറിയ വിലക്ക് വിറ്റ് ഒഴിവാക്കി എന്ന് പറയുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.